നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സിഡ്നി ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. ലഞ്ചിൻ്റെ സമയത്ത് ഓസീസിൻ്റെ 5 വിക്കറ്റുകൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവർ 50 ആകുമ്പോഴേക്കും 4 വിക്കറ്റുകൾ പോയതാണ്. പക്ഷേ സ്മിത്തും വെബ്സറും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ലഞ്ചിനോടടുപ്പിച്ച് ആ ഒരു വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളത് കളി ഇന്ത്യക്ക് വീണ്ടും അനുകൂലമാക്കിയിരിക്കുന്നു. 101 റൺസിന് 5 വിക്കറ്റാണിപ്പോൾ ഓസ്ട്രേലിയ എടുത്തിട്ടുള്ളത്. ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണയാണ് സ്മിത്തിനെ പറഞ്ഞു വിട്ടത്. ഇന്ന് സിറാജ് 2 വിക്കറ്റ് തുടരെ എടുത്തുകൊണ്ട് ഓസ്ട്രേലിയയെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടതായിരുന്നു. എന്തായാലും സാം കോൺസ്റ്റസ് 23 റൺസുമായിട്ട് സിറാജിൻ്റെ പന്തിൽ പുറത്തായി. ഇന്ന് കളി പുനരാരംഭിച്ചപ്പോൾ തന്നെ ലബുഷെയിനെ ജസ്പ്രീത് ബുംറ പറഞ്ഞു വിട്ടിരുന്നു. 2 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. ഹെഡിനെ 4 റൺസിന് പറഞ്ഞു വിട്ടു സിറാജ്. അങ്ങനെ ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ 39-4 എന്ന നിലയിലേക്ക് വീണുപോയതാണ്. അവിടെ നിന്നാണ് വെബ്സറും സ്മിത്തും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. വെബ്സർ 49 പന്തിൽ നേരിട്ട് 28 റൺസുമായിട്ട് ക്രീസിലുണ്ട്. സ്മിത്ത് 57 പന്തിൽ നിന്ന് 33 റൺസ് എടുത്ത് മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ക്രീസിൽ അലക്സ് ക്യാരിയാണ് വെബ്സർക്ക് കൂട്ടായിട്ടുള്ള. അദ്ദേഹം 4 റൺസാണ് എടുത്തിരിക്കുന്നത്. ബൂംറയും സിറാജും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ പ്രസിദ്ധ കൃഷ്ണ 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത സെഷനോടുകൂടി ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് റാപ്പപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ കളിയിൽ ശക്തമായിട്ട് സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയും. നിലവിൽ ഓസ്ട്രേലിയ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിലെ റണ്ണിനേക്കാൾ 84 റൺസ് പുറകിലാണ്. സോ സിഡ്നിയിൽ പോരാട്ടം കനക്കുകയാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.